ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. ഒരു മലയാളിയായി ഞാൻ ഇന്ന് ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണമായിട്ടുള്ളത് ശ്രീ ജോസഫ് വിജയ് സാറിന്റെ CM ആയിട്ടുള്ള സത്യപ്രതിജ്ഞയാണ്. അതൊരു ചടങ്ങ് മാത്രമായിരുന്നില്ല, അത് പഴയ രാഷ്ട്രീയത്തിനോടുള്ള ഒരു വാണിംഗ് കൂടിയായി. If one person decide to bring change, the whole nation will support. ഒരു മനുഷ്യന്റെ വിശ്വാസം ഒരു ജനതയുടെ ശക്തിയായി മാറിയ നിമിഷം. ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ശ്രീ വിജയ് ജോസഫ് സാറിന്റെ വിജയം അതൊരു വ്യക്തിയുടെ വിജയം മാത്രമായിരുന്നില്ല, മാറ്റം സാധ്യമാണെന്ന് വിശ്വസിച്ച ഒരു കൂട്ടം ജനങ്ങളുടെ വിജയം കൂടിയാണ്. ഇപ്പോഴൊരു ചോദ്യം, ഇതുപോലെ നമ്മൾക്ക് മാറേണ്ട സമയമായില്ലേ? വർഷങ്ങളായി കേട്ടു പഴകിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ, മുഖം മാറിയെങ്കിലും രീതികൾ മാറാത്ത ഭരണങ്ങൾ, ഇതെല്ലാം കണ്ടും കേട്ടും മടുത്ത് ആരെങ്കിലും ഒരാൾ മാറ്റം കൊണ്ടുവരുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ സത്യം എന്താണ്? പവർ ഇപ്പോഴും നമ്മൾ വോട്ടേഴ്സിന്റെ കയ്യിൽ തന്നെയാണ്. ആര് വരണം ആര് വരണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന ഇപ്പോഴും നമ്മൾ തന്നെയാണ്. തമിഴ്നാട്ടിലെ ജനങ്ങൾ വീണ്ടും വീണ്ടും പാരമ്പര്യ പാർട്ടികൾക്ക് വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ശ്രീ ജോസഫ് വിജയ് തമിഴ്നാട്ടിൽ നിന്ന് മുഖ്യമന്ത്രി ആകുമായിരുന്നില്ല. അതുകൊണ്ട് പ്രശ്നം ഇവിടെ നേതാക്കളല്ല, നമ്മളാണ്, നമ്മളുടെ മെന്റാലിറ്റിയാണ്. ഇപ്പൊ ചിലരൊക്കെ വോട്ട് ചെയ്യുന്നതേ അവൻ എന്റെ പാർട്ടിക്കാരനാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇൻഫ്ലുവൻസിന്റെ മേലിലാണ്. ഈ ഒരു മെന്റാലിറ്റിയാണ് ആദ്യം മാറ്റേണ്ടത്. ഞാൻ ഉൾപ്പെടുന്ന ഒരു ജനറേഷൻ ആ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നമുക്ക് എന്താണ് വേണ്ടതെന്ന് ധൈര്യമായി പറയാൻ നമ്മൾ പഠിക്കണം. നമ്മളെ റെപ്രസെന്റ് ചെയ്തു വരുന്ന ഒരു വ്യക്തിക്ക് വിഷൻ ഉണ്ടാവണം, വിൽ പവർ ഉണ്ടാവണം, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം. ഇപ്പം ഓരോ പാർട്ടിയിലെ ഓരോരുത്തർ വന്ന് പറയും, ഞങ്ങളുടെ ആ നേതാവ് നല്ലതായിരുന്നു, ഈ നേതാവ് നല്ലതായിരുന്നു എന്നൊക്കെ. ശരിയാണ്, അവര് ഭരിച്ച കാലഘട്ടത്തിൽ അവരൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ കാലഘട്ടം മാറി, ഭരണരീതി ഇപ്പോഴും മാറിയോ? ഇല്ല. 10 വർഷത്തെ തുടർഭരണം മാറ്റിയിട്ട് നമ്മൾ പുതിയ ഭരണം നിലവിൽ വന്നു. അവസ്ഥ എന്താണ് നിങ്ങൾക്കൊക്കെ കാണുന്നുണ്ടല്ലോ. പാരമ്പര്യ പാർട്ടിയുടെ ഭാരമേറ്റ് നടക്കാതെ ജാതി, മതം, ജെൻഡർ വ്യത്യാസങ്ങൾക്കപ്പുറം സ്വന്തം താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രാപ്തരായവരാണ് നമ്മളിൽ പലരും. അങ്ങനെയുള്ളവരാണ് ഇനി മുമ്പോട്ട് വരേണ്ടത്. ബിക്കോസ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ നീഡ് എഡ്യൂക്കേറ്റഡ് ലീഡർഷിപ്പ്. ഒരാൾ ഭരണം തുടങ്ങി, അതിനെ ചരിത്രമാക്കുന്നത് ജനങ്ങളാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും ഒക്കെ കണക്ട് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.